ഹായ് ഓൾ, ഞാൻ അനുദീപ്. ഒരു അവകാശവാദം ഉന്നയിക്കാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ, അതായത് ഡിവിഷണൽ അക്കൗണ്ടിന്റെ പ്രിലിംസ് എക്സാമിൽ ധാരാളം ചോദ്യങ്ങൾ GK സെഗ്മെന്റിൽ നിന്നും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നും ടെസ്റ്റ് സീരീസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ മുന്നോടിയാണ് ഇപ്പം കഴിഞ്ഞ ഈ ഒരു എക്സാം. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതിന്റെ അസോസിയേറ്റഡ് ഫാക്ടുകളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എന്തായാലും ഇനിയുള്ള PSC പരീക്ഷകളിൽ വരും. അതും നമ്മൾ വിശാലമായിട്ട് അങ്ങ് പഠിക്കും. PDF നോട്ട്സും തന്നു വിടും. ദയവായി ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഈ PDF നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കാം. ഞാൻ ടെലിഗ്രാം ചാനലിൽ അത് അപ്ലോഡ് ചെയ്തേക്കാം. ഈ അനുബന്ധ വിവരങ്ങൾ, അസോസിയേറ്റഡ് ഫാക്ടുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം. ടെലിഗ്രാം ഫാമിലിയിൽ അംഗങ്ങളാവുക. ഞാൻ ചാനൽ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റിസർച്ച് ബേസ്ഡ് നോട്ട്സുകൾ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. കാര്യം ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ എന്ന് പറയുന്നത് വെറും 35 മാർക്കിനാണ് GKയും ഇംഗ്ലീഷും കൂടെ ചേർന്നുള്ളത്. ബാക്കി മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പൊ അവിടെയുള്ള GK ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് ഒരു മാർഗദർശിയാണ് ഇനി എങ്ങോട്ടാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. ഇത് വളരെ ചലഞ്ചിങ് ആയി ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒരു വർഷം മുമ്പ് നമ്മൾ ചെയ്ത യൂട്യൂബ് വീഡിയോയിൽ പോലും കവർ ആയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് എക്കണോമിക്സിലെ ചില ചോദ്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം ടെലിഗ്രാം ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നാഷണൽ എമർജൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻ അല്ലെ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 143 ഒക്കെ നമ്മൾ യൂട്യൂബിൽ കൂടെ തന്നെ നിങ്ങൾക്ക് നാളുകൾക്ക് മുമ്പേ പഠിപ്പിച്ചു തന്നതാണ്. പക്ഷെ നമുക്കതെല്ലാം ഇന്ന് ഒന്നും കൂടെ ഒന്ന് റിവിഷൻ നടത്താം. നമുക്ക് ആദ്യമായി എക്കണോമിക്സിലെ വളരെ ചലഞ്ചിങ് ആയ ഒരു ചോദ്യമായിരുന്നു ഇത്. ഈ ചോദ്യം, അതായത് എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ, ദേശീയ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്സിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സിലബസിന്റെ ടോപ്പിക്കിൽ ഒന്നാണ്. ഇത് 2023 തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇത് ടെലിഗ്രാമിലെ ഫ്രീ മോക്ക് ടെസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഫ്രീ മോക്ക് ടെസ്റ്റ് ഇവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ പല പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയുള്ള പരീക്ഷകൾ ഇത് എന്തായാലും ചോദ്യം, ഇതിന്റെ ഉത്തരം A ആണല്ലോ, ഇതിന്റെ ഉത്തരം A ആണ്. അപ്പൊ ടെലിഗ്രാം ഫാമിലിയിലെ മെമ്പേഴ്സ് ആകുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ഡെയിലി രാവിലെ ചാനലിൽ ഇടുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് കറക്റ്റാക്കി അങ്ങ് പഠിച്ചോണം. ഇത് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസുകൾ, ഞങ്ങളുടെ അഫോർഡബിൾ ടെസ്റ്റ് സീരീസ് ബാച്ചുകളിൽ സ്ഥിരമായി ഞങ്ങൾ ഈ ചോദ്യം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഫ്രീ ആയി നിങ്ങൾക്ക് തന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കോംപ്രഹെൻസീവ് ടെസ്റ്റ് 1 അത് PDF ഫ്രീ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സ്ക്രീൻഷോട്ട്സും എവിഡൻസും എല്ലാം നിങ്ങളുടെ മുമ്പിൽ തരികയാണ്. പുതിയ PSC പാറ്റേണിൽ കുറച്ച് ആഴത്തിലിറങ്ങി, അതായത് കുറച്ച് ആഴത്തിലിറങ്ങി പഠിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അത്തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ വെറുതെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഇത്ര ചോദ്യം വന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഏത് ചോദ്യം ഏത് പേജിൽ ഏത് പ്രോഗ്രാമിന്റെ ഭാഗമായി വന്നു എന്ന് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. എന്നാലല്ലേ അതിനൊരു ക്രെഡിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം സ്ക്രീൻഷോട്ട്സും എവിഡൻസും നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് കോംപ്രഹെൻസീവ് ടെസ്റ്റിൽ ഈ ഒരു ടോപ്പിക് നമ്മൾ വളരെ വിശാലമായി കവർ ചെയ്തതാണ്. നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ. അവിടെ NNP അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്താണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഇക്വേഷൻ എന്താണെന്ന് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രിലിംസിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ചോദ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻസ് ഘട്ടത്തിൽ വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാവുന്ന ടോപ്പിക്കാണ്. വെറും ഒരു 1.5 പേജ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ സെറ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഫുൾ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു ചോദ്യം എന്താണ്? നാഷണൽ എമർജൻസിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, അല്ല ദേശീയ അടിയന്തരാവസ്ഥ. ഈ ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 352 ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 എന്ത് സംഭവിക്കും? ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇമ്പാക്ട് ഓഫ് നാഷണൽ എമർജൻസി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന സെക്ഷനിലാണ്. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം യൂട്യൂബ് വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തന്നു. ഈ 2 യൂട്യൂബ് വീഡിയോ കണ്ടിരിക്കണം. നാഷണൽ എമർജൻസിയിൽ ഇപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം 1 വർഷം മുമ്പ് ചെയ്ത ഈ വീഡിയോകളിൽ നിന്ന് തന്നെയാണ്. ചലഞ്ചിങ് ചോദ്യങ്ങൾ വളരെ ആഴത്തിൽ നിങ്ങൾ ഇത് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ ടെസ്റ്റ് സീരീസിലും കവർ ചെയ്തിരുന്നു. KASന്റെ ടെസ്റ്റ് കോംപ്രഹെൻസീവ് ടെസ്റ്റ് 1ലും ഇത് വളരെ വിശാലമായി തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ ആർട്ടിക്കിൾ 19 പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി സസ്പെൻഡ് ചെയ്യപ്പെടും. പക്ഷെ ആർട്ടിക്കിൾ 20ഉം 21ഉം സസ്പെൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഇതൊക്കെ പല പ്രാവശ്യം ഈ വീഡിയോയിലും അല്ലെങ്കിൽ ക്ലാസ് നോട്ട്സിലും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരി തന്നെയാണ്. ഈ ചോദ്യത്തിലുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരി തന്നെയാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതും സ്ഥിരമായി PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് എമർജൻസി. ഈ അസോസിയേറ്റ് ഫാക്ടറിലും PDF വെച്ച് പഠിക്കുക. ഞങ്ങളുടെ ഫുൾ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസ് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ലിമിറ്റഡ് ടൈം ഓഫറിൽ ഡിഗ്രി പ്രിലിംസ് ടെസ്റ്റ് സീരീസിന്റെ ഫീസ് ഞങ്ങൾ 499 രൂപയ്ക്ക് മാറ്റിയിട്ടുണ്ട്. കോംബോ ബാച്ച് ഡിഗ്രി പ്രിലിംസിന് KASന്റെ ഫീസ്
വെറും 999 ആയിരിക്കും. ലിമിറ്റഡ് ടൈം ഓഫർ മാത്രമാണ് കേട്ടോ. കേസ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നത് 699 ആയിരിക്കും. വളരെ ആഴത്തിലും റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ് തന്നിട്ടുള്ളത്. ഈ ടെസ്റ്റ് സീരീസിന് ധാരാളം ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വരും. ഞങ്ങളുടെ ഫസ്റ്റ് ടെസ്റ്റിന്റെ PDF ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. അത് കണ്ട് ഞങ്ങളുടെ നിലവാരം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫിലോസഫി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. കാര്യം കുറച്ച് പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാര്യം PSC മാറുന്നതനുസരിച്ച് നമുക്ക് മാറണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചോദ്യങ്ങൾ ഞങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റുകൾ മാത്രം യൂട്ടിലൈസ് ചെയ്താൽ നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാം. ടെലിഗ്രാമിലും യൂട്യൂബിൽ നിന്ന് ഇത്ര ഫ്രീ വീഡിയോസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പം എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നൊരു ചോദ്യമാണ് അല്ലേ. ഇപ്പം ഡിവിഷൻ അക്കൗണ്ട് ചോദ്യം 12th 5 year പ്ലാനിന്റെ ഉദ്ദേശം എന്ത്? ഇതൊക്കെ പണ്ട് മുതലേ ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കൂടെ പറയുന്നതാണ്. ഇത് സിവിൽ സർവീസസ് 2014 ചോദിച്ച ചോദ്യമാണ്. ഇത് ഇതേ രീതിയിൽ തന്നെയാണ് തിരിച്ചും മറിച്ചും PSC ഇപ്പം ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഇവിടെ UPSC ചോദ്യത്തിന്റെ ആൻസറും PSC ചോദ്യത്തിന്റെ ആൻസറും D തന്നെയാണ്. ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലേ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവലിലുള്ള ടെസ്റ്റ് സീരീസിൽ കോംപ്രഹെൻസീവ് ടെസ്റ്റ് 5 കൃത്യമായി ഇത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ 5 year പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ മാർക്കാണ്. എന്തായാലും ചോദ്യം ഇവിടെ നിന്നിരിക്കും. നമ്മൾ കുറച്ച് പോയിന്റുകൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നമുക്ക് കിട്ടും. ഫ്രീ ഹിറ്റ് അല്ലേ, ഫ്രീ ആയിട്ട് കിട്ടുന്ന മാർക്കുകൾ ഒന്നാണ് 5 year പ്ലാൻ, എമർജൻസി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ. ഇതൊക്കെ വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ടെസ്റ്റ് സീരീസ് ബാച്ചിനകത്ത് റിവിഷൻ ക്ലാസ്സുകളിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ടെസ്റ്റ് സീരീസ് എന്നാണ് പേരെങ്കിൽ അതൊരു സെമി ക്ലാസ് റൂം പ്രോഗ്രാം തന്നെയാണ്. അതിൽ വീഡിയോ റിവിഷൻ ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസിന്റെ ഡിസ്കഷനും ഒക്കെ ലഭിക്കുന്നതാണ്. പ്രിലിംസ് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായി എന്താ പറയുക ജയിച്ചു കയറാൻ അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. പക്ഷേ കൃത്യമായിട്ട് കഠിനാധ്വാനം ചെയ്യാനുള്ള മെന്റാലിറ്റി നമുക്ക് അവിടെ വേണം. ഇനിയുള്ള ദിവസം വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് ദിവസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ UPSC ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അത് വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഞാൻ പറഞ്ഞ ഒരു ഫിലോസഫി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ചോദ്യം വളരെ ചലഞ്ചിങ് ആയി ഇപ്രാവശ്യം വന്നൊരു ചോദ്യമാണ്. സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ 143 അല്ലെങ്കിൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഇതൊക്കെ നന്ദനം സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ ഞാനത് 7 മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. വളരെ വിശാലമായി ആഴത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇതൊന്നും PSC ചോദിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷെ ചോദിച്ചു തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു. അപ്പം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതാ, നമ്മളിവിടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ചോദ്യം PSC ചോദിച്ചതിന് ശേഷം അത് പഠിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. PSC ആ ചോദ്യം ആദ്യം തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് അത് അടിച്ചെടുക്കാൻ പറ്റണം. എന്നാലും മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം. യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ആർട്ടിക്കിൾ 143 അനുദീപ് വ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. പിന്നെ നന്ദനം സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സസ് എടുത്തിട്ടുള്ളത്. വളരെ രസകരമായിട്ടുള്ള ടോപ്പിക്കാണിത്. പക്ഷെ കുറച്ച് ആഴത്തിൽ ഇറങ്ങി പഠിക്കണം. അവിടെ കൃത്യമായി നമ്മൾ പറയുന്നുണ്ട് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റിയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അടുത്ത് പ്രസിഡന്റ് ഉപദേശം ചോദിച്ചാൽ സുപ്രീം കോടതി ഉപദേശം കൊടുത്തേ പറ്റൂ. മസ്റ്റ് ടെൻഡർ ഇറ്റ്സ് ഒപ്പീനിയൻ ടു ദ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, ഇറ്റ് ക്യാൻ റെഫ്യൂസ് ദ ഒപ്പീനിയൻ എന്നാണ് പറയുന്നത്. ഇത് തെറ്റാ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് അപ്പം തെറ്റാ. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം എയിലേക്ക് എത്താം അല്ലേ. ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം എയിലേക്ക് എത്താൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ 1-2 പോയിന്റ് എങ്കിലും പഠിക്കുന്ന ടോപ്പിക്ക് നമുക്ക് അത് വെച്ച് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്, കഷ്ടപ്പെട്ട് പഠിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ ലഭിച്ചിരിക്കും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട്. ഇന്ന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഒരു +2 ലെവൽ ബുദ്ധി വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എടുത്താനും കണ്ടന്റുകൾ പഠിക്കാനും സാധിക്കും. ഓക്കെ, മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അഗൈൻ ഗുകേഷിന് അദ്ദേഹം ആരെയാണ് പരാജയം ലോക ചെസ് ചാമ്പ്യൻ അതിന് ആരെയാണ് പരാജയപ്പെടുത്തുന്ന ചോദ്യമായിരുന്നു. ഇത് വളരെ കൃത്യമായിട്ട് ടെസ്റ്റ് സീരീസിന് അതും ഡിഗ്രി പ്രിലിംസിന് കോംപ്രഹെൻസീവ് ടെസ്റ്റ് 1 ഇത് കവർ ചെയ്തതാണ്. കൃത്യമായി നോക്കി. ഇത് ഗാരി കാസ്പറോവ് ആണല്ലേ. ഇതൊക്കെ വളരെ ഈസി ക്വസ്റ്റൻ ആണ്. അപ്പൊ ഞങ്ങൾ പറയുന്നത് അതാണ്, നമ്മുടെ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ടെലിഗ്രാം വീഡിയോസ് അല്ലെങ്കിൽ അഫോർഡബിൾ കോഴ്സസ് ഇതിലൊക്കെ ഏറ്റവും ബേസിക് കണ്ടന്റുകളും കവേർഡ് ആവും. അതിനോടൊപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകളും കവേർഡ് ആകും. ഒരു തുടക്കക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ഫ്രീ ക്ലാസ്സസ് ആയിക്കോട്ടെ അഫോർഡബിൾ ക്ലാസ്സസ് ആയിക്കോട്ടെ എല്ലാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോസിന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, മറ്റൊരു ചോദ്യം, സ്റ്റാമ്പ് ആക്ട്, ടൗൺഷിൻഡ് ആക്ട് ഇതൊക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ചോദ്യമുണ്ട്. നമുക്കറിയാം ഇതൊക്കെ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾ ഇതും എക്കണോമിക്സിന്റെയും ഹിസ്റ്ററിയുടെയും മൊഡ്യൂൾ ടെസ്റ്റ് ഉണ്ട്. സബ്ജക്ട് ബേസ്ഡ് ടെസ്റ്റ് ഞങ്ങൾ ഇടുന്നുണ്ട്. കോംപ്രഹെൻസീവ് ടെസ്റ്റ് ഉണ്ട്. അതിൽ എല്ലാ സബ്ജക്റ്റുകളും കാണാം. അതിനോടൊപ്പം
ഓരോ സബ്ജക്റ്റുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അതിൽ വളരെ വൃത്തിയായി ഞങ്ങൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലാസ്സിലും തീവ്രമായി ചർച്ച ചെയ്തതാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വാക്കുണ്ട്, ഇൻടോളറബിൾ ആക്ട്. നമുക്ക് സഹിക്കാനൊക്കാത്ത കുറെ നെറുകെട്ട നിയമങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യം അമേരിക്കൻസിന്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരുന്നു. അതിനെയാണ് നമ്മൾ ഇൻടോളറബിൾ ആക്ട്സ് എന്ന് പറയുന്നത്. അതിൽ സ്റ്റാമ്പ് ആക്ട് ഉണ്ട്, ടൗൺഷൻഡ് ആക്ട് ഉണ്ട്, ഷുഗർ ആക്ട് ഉണ്ട്. നമുക്ക് ഇനി ചോദിക്കാൻ വന്നതായിരിക്കും, വിച്ച് among the following are intolerable acts with respect to അമേരിക്കൻ റെവല്യൂഷൻ ആയിരിക്കും ചോദ്യം വരിക. അപ്പൊ നമ്മൾ ഇത് പഠിക്കണം. ഇതൊക്കെ നമ്മൾ UPSC മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് ഞങ്ങളുടെ ക്ലാസ് നോട്ട്സിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ്. ഓക്കെ, ഈ രീതിയിൽ കുറച്ച് ആഴത്തിലിറങ്ങി പഠിക്കുക. ഇതിപ്പോൾ ഈസി ആയിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. പക്ഷെ കുറച്ച് ആഴത്തിലിറങ്ങി ചോദ്യം വന്നാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അപ്പൊ അതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു PDF യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെട്ടാലോ? ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു അല്ലേ? ചീഫ് ഗസ്റ്റ് ഓഫ് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ 2025. ഞങ്ങൾ കറണ്ട് അഫെയർ ടെസ്റ്റിലെ ഫസ്റ്റ് കറണ്ട് അഫെയർ ടെസ്റ്റിൽ കൂടെ ഞങ്ങൾ മാക്സിമം കറണ്ട് അഫെയർസ് കവർ ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റിൽ വന്നിട്ടുള്ള ചോദ്യമാണിത്. ഇതാണ് അതിന്റെ സ്ക്രീൻഷോട്ട്. അപ്പൊ നമുക്കറിയാം അല്ലേ, പ്രബോവോ സുബിയാന്റോ ആണ് ഇതിലെ ചീഫ് ഗസ്റ്റ്. ജസ്റ്റ് നോക്കി വെക്കുക. നമുക്ക് ഇനി 2024-ലെയും 2023-ലും ചീഫ് ഗസ്റ്റുകളെയും ചോദിച്ചെന്ന് വരാം. നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായി പഠിച്ചിട്ട് പോവുക. അതിന് ഈ നോട്ട്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തരുന്ന മെറ്റീരിയൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വളരെ കുറച്ച് സമയമാണ് നമുക്കുള്ളത്. ഈ PDF ഡൗൺലോഡ് ചെയ്ത് കട്ടയ്ക്ക് അങ്ങ് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ എന്തായാലും റാങ്ക് മേക്കിംഗ്, വളരെ സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ പോകുന്നില്ല. കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റാങ്ക് മേക്കിംഗ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. ആ നിലവാരത്തിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.